ഇന്ന് പഠിക്കാൻ പോകുന്ന നീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, 11th ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലേ. സോ ഗോയിറ്റർ എന്താണെന്ന് നമുക്കറിയാം. ഗോയിറ്റർ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്ന വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. പർട്ടിക്കുലർ പേഷ്യന്റിന് ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കും. തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായത് കാരണം ഇയാളുടെ എൻറ്റയർ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് വരും. അത് കാരണം ഇയാളുടെ നെക്ക് എന്ത് ചെയ്യും? പ്രൊട്രൂഡ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ഡിസീസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐബോളിലുള്ള മസിൽസിനെ അത് അഫക്റ്റ് ചെയ്യുകയും ഐബോൾ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരും. സോ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഓപ്ഷൻ എ മാച്ച് ചെയ്യുന്നത് എന്താണ്? ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ അഥവാ ഓപ്ഷൻ 3 ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് എന്താണ്? അക്രോമെഗാലി അല്ലേ. എന്താണ് അക്രോമെഗാലി? അക്രോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉള്ള ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുകയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് പറ്റുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ഡിസീസ് വരുന്നത് നമ്മൾ ചൈൽഡ്ഹുഡിലല്ല കേട്ടോ. ഇത് ഒരു അഡൾട്ട് കേസ് ആവുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഗ്രോത്ത് ഹോർമോൺ പിന്നെയും കൂടുകയാണ്. അത് കാരണം എന്താണ് പറ്റുന്നത്? നമ്മുടെ ബോഡി പാർട്സിന് എൻലാർജ്മെന്റ് നടക്കുകയാണ് ചെയ്യുന്നത്. സോ അക്രോമെഗാലി ഏത് ഓപ്ഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം? എക്സസീവ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, സോ ബി ഓപ്ഷൻ വരുന്നത് 4th ഓപ്ഷനുമായിട്ടാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. ഇനി തേർഡ് വൺ നോക്കിക്കേ, കുഷ്യങ് സിൻഡ്രോം. കുഷ്യങ് സിൻഡ്രോം എന്താണ്? കോർട്ടിസോൾ ആണ് നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ് ഹോർമോൺ. സോ നമുക്കറിയാം കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണല്ലേ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ആണ്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ലിപ്പിഡ്സ് ഇൻ ദ ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ പേഴ്സൺ എന്താണ് പ്രോബ്ലം? ഇവരുടെ ഗ്ലൂക്കോസ് മെക്കാനിസം ഇമ്പയർഡ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും, ഡയബറ്റിക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മൂൺ ഫേസ് ഉണ്ടായിരിക്കും, അതുപോലെ സെൻട്രൽ ഒബേസിറ്റി ഉണ്ടായിരിക്കും. സോ എന്താണ് ഈ സെൻട്രൽ ഒബേസിറ്റി? ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന ഈ വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ നമ്മളുടെ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദ ബോഡി അഥവാ കൈയും കാലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ മസിൽ വേസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റീജിയൻ വളരെ തിന്നായിരിക്കും. പക്ഷേ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി, ചെസ്റ്റ്, അബ്ഡോമൻ റീജിയൻ ഒക്കെ ഒബേസിറ്റി ആയിരിക്കും. അവിടെ ഫാറ്റ് ഡിപ്പോസിഷൻ സംഭവിക്കും. സോ സെൻട്രൽ ഡിപ്പോസിറ്റി, അതിൻ്റെ ഒപ്പം മൂൺ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഒരു മൂണിനെ പോലെ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇത് രണ്ടും കുഷിങ് സിൻഡ്രോംസ് ഉള്ളവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ബോഡിയിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കിൻ നോക്കുമ്പോൾ സ്കിന്നിൻ്റെ അകത്ത് നമുക്ക് സ്ട്രേ അല്ലെങ്കിൽ വരകൾ കാണാൻ പറ്റും. പർപ്പിൾ കളറുള്ള വരകൾ ഇവരുടെ ബോഡി ഫുൾ കാണുന്നുണ്ട് കുഷിങ് സിൻഡ്രോം ഉള്ളവർക്ക്. സോ കുഷിങ് സിൻഡ്രോം ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ അഥവാ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ കാരണമാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് ആണ്. ഫോർത്ത് പോയിന്റ് നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ക്രെറ്റിനിസം. ക്രെറ്റിനിസം എന്ന് വെച്ചാൽ എന്താണ്? ആ തൈറോയ്ഡ് ഹോർമോൺ കുറവാണല്ലേ. സോ തൈറോയ്ഡ് ഹോർമോൺ കുറവാണ് അഥവാ ഹൈപ്പോ തൈറോയിഡിസം ആണ്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് അറിയോ? പ്രഗ്നന്റ് ആയിട്ടുള്ള മദറിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന ബേബീനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺ കുറവായതുകൊണ്ട് ബേബിക്ക് എന്താണ് പറ്റുന്നത്? സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വരാൻ ബേബിക്ക്, അല്ലെങ്കിൽ ഡംബ് അല്ലെങ്കിൽ ഐക്യു കുറവായിട്ട് വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം വരും. അതാണ് ക്രെറ്റിനിസം. സോ നമ്മൾ 4th ഓപ്ഷൻ അഥവാ ഡി മാച്ച് ചെയ്യാൻ പോകുന്നത് 2 ആയിട്ടാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്.